സർവം സഞ്ജുമയമാണ്. സ്വപ്നം കീഴടക്കിക്കൊണ്ട് ഇതാ സഞ്ജു സാംസൺ ജന്മനാട്ടിലെത്തിയിരിക്കുകയാണ്. ചേട്ടൻ ഇതാ വന്നിരിക്കുന്നു അല്ലേ ആഷിൻ ഡിയാഗോ? വിനിത, തീർച്ചയായും ചേട്ടന് ആവേശഭരിതമായ ഒരു സ്വീകരണമാണ് എയർപോർട്ടിൽ ലഭിച്ചത് എന്നുള്ളതാണ്. എ റഹീം MP ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നേരത്തെ ശിവൻകുട്ടി മിനിസ്റ്റർ നേരത്തെ പറഞ്ഞിരുന്നതാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഒരു സ്വീകരണം സഞ്ജുവിന് നൽകും എന്നുള്ള കാര്യങ്ങളടക്കം നേരത്തെ മന്ത്രി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എ റഹീം MP തന്നെ നമുക്കൊപ്പമുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ചേട്ടൻ വന്നിരിക്കുന്നു. വലിയ പ്രതീക്ഷകളുമായി പോയി ലോകകപ്പായാണ് മടങ്ങി വരുന്നത്. അഭിമാനം വാനോളം. അത് ആ സമയത്താണ് സഞ്ജു വരുന്നത്. വളരെ പെട്ടെന്നാണ് അറിയുന്നത്. നേരത്തെ കൂടി നിശ്ചയിച്ച വരവല്ല, വളരെ പെട്ടെന്നാണ്. എന്തായാലും ഓടിയെത്തി, ഞങ്ങളവരെ സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. ബാക്കി ഇവിടെ കണ്ടില്ലേ, ആരവം മുഴുവൻ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നുള്ള യാത്രയായിട്ട് പോലും ഈ വലിയൊരു ജനക്കൂട്ടം, പ്രത്യേകിച്ച് എല്ലാ തലമുറയിലും പെട്ടവർ ഓടി വരുന്നു. മാധ്യമപ്രവർത്തകർ ആവേശമാണ്, അഭിമാനമാണ്. സഞ്ജുവിനെ ഇനിയും വലിയ വലിയ സ്വീകരണങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിയണം. ഗംഭീരമായൊരു സ്വീകരണം സഞ്ജുവിന് ഒരുക്കും എന്ന് പറഞ്ഞല്ലോ. ഇനി എന്തായിരിക്കും അതിന്റെ ഒരുക്കം? തീർച്ചയായിട്ടും സർക്കാർ ശരിയായ നിലയിൽ തന്നെ അത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുന്ന തരത്തിൽ ഒരു തർക്കവും വേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അറിയിക്കും. നാടാകെ സ്വീകരിക്കും ഓരോ നിമിഷവും. പിന്നെ മനസ്സുകൊണ്ട് സഞ്ജുവിനെ എല്ലാവരും വരവേറ്റ് കഴിഞ്ഞു. ഇപ്പോൾ സഞ്ജു കേരളത്തിൻ്റെയും ഇന്ത്യയുടേതുമാണ്. ഇന്ത്യയുടേതാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. എല്ലാ മനുഷ്യരുടെയും എല്ലാവരുടെയും മകനാണ്, ചേട്ടനാണ് സഞ്ജു. അതെ, എന്തായാലും ലോകകപ്പ് നേടിയാണ് സഞ്ജു തിരിച്ച് കേരളത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ബാഗ് നിറയെ സ്വപ്നങ്ങളുമായാണ് സഞ്ജു ഈ കാണുന്ന എയർപോർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്ക് അല്ലെങ്കിൽ വേൾഡ് കപ്പിലേക്ക് പോയത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. അതേ പ്രതീക്ഷകളോടെ ഇവിടെ നിന്ന് എങ്ങനെ പറന്നുയർന്നു, അതേ ഫ്ലൈറ്റിൽ തന്നെ സഞ്ജുവിനെ വരവേൽക്കുകയാണ് ജന്മനാട്. ഇനിയിപ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണ പരിപാടിയൊക്കെ അടുത്ത ദിവസം ഉണ്ടാകും. മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കുമെന്നാണ് എ റഹീം MP പറയുന്നത്.